എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മോണറ്റ് അവളാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ആ കുഞ്ഞുങ്ങളെ തടഞ്ഞു വെക്കുകയാണ്. ആ കുഞ്ഞു പെണ്ണിനാണെങ്കിൽ ഇപ്പൊ മോണറ്റിനെ കണ്ട് പേടിയാവും. അതിന് മോണറ്റ് പറയും, ഇത്രയും കാലവും നീ എന്നെ വിശ്വസിച്ചില്ലേ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്തത്, എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. സോ നിങ്ങളുടെ നല്ലതിനാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. സോ നല്ല കുട്ടിയായിട്ട് ആ ക്യാൻഡി അതെല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാൻ മോണറ്റ് പറയും. അത് കേട്ട് നാമി അവള് ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് ഞങ്ങളുടെ മുൻപിൽ നിന്ന് മാറി നിൽക്ക്, ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം. ഉടനെ മോണറ്റ് അവളിപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങളല്ലേ ഫേമസ് ആയ ആ സ്ട്രോ ഹാറ്റ് പൈററ്റ് ടീംസ്. എന്റെ പേര് മോണറ്റ് എന്നാണ്, എനിക്ക് സ്നോ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും അവളുടെ ഐസ് പവർ വെച്ച് ആ കുഞ്ഞുങ്ങളെയും നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും പുറകിലേക്ക് നീക്കുകയാണ്. റോബിനാണെങ്കിൽ ഉടനെ ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവൾ ഉസോപ്പിനോട് ബ്രൂക്കിനോട് പറയും, നിങ്ങൾ രണ്ടുപേരും ഒരു സീ പ്രസന്റ് സ്റ്റോണുള്ള ചെയിനോ ഹാൻഡ് കഫോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അതുവരെ ഞാൻ ഈ കുഞ്ഞുങ്ങൾ പോവാതെ തടഞ്ഞു വെക്കും. അതിനാണെങ്കിൽ അവർ ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അത് കണ്ടെത്താനായി പോകും. അവരുടെ പിന്നാലെ തന്നെ ആ സാമുറായും ആളുടെ മകനെ അന്വേഷിച്ച് പുറപ്പെട്ടു പോവാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ സാറ്റ് മാനുഫാക്ചറിംഗ് ബിൽഡിംഗ് കാണിക്കും. അവിടേക്ക് സ്മോക്കർ ആണെങ്കിൽ അവിടെ ചുറ്റും നോക്കും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് ചോദിച്ച് അവനിപ്പോ വെർഗോയെ നോക്കുകയാണ്. അതിന് ട്രഫാർഗറിലോ ഇവിടെ നടക്കണ എന്താണെന്ന് നീ കണ്ടില്ലേ, ഇവിടെ ഫൈറ്റ് ആണ് നടക്കണമെന്ന് പറയും. അത് കേട്ട് വെർഗോ ആണെങ്കിൽ വീണ്ടും ട്രഫാർഗറിലോടെ ഹാർട്ട് അത് കയ്യിൽ വെച്ച് ഞെരിക്കുകയാണ്. നീ അല്പനേരം ഒച്ച വെക്കാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവിടെ കിടക്ക്, ഇവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് വെർഗോ ആണെങ്കിൽ ഇപ്പൊ സ്മോക്കറിന് നേരെ ടേൺ ചെയ്യാണ്. സ്മോക്കർ പറയും, നിന്നെക്കുറിച്ച് എല്ലാവരും കരുതിയിരിക്കുന്നത് നീ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നേവി ഓഫീസർ ആണെന്നാണ്. നിന്റെ ഈ ഹിഡൻ ഫേസ് അതൊരിക്കലും ആരും അറിയാൻ പാടില്ല എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കത് സഹിക്കാനായിട്ടാവില്ല. വെർഗോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നീ ഒരു അല്പം ലേറ്റ് ആയി പോയി, ഓൾറെഡി ഞാൻ അവരെ എല്ലാം കണ്ട്, അവർക്ക് ആവശ്യമായത് ഞാൻ കൊടുത്തു. സ്മോക്കറിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവനൊരു സ്റ്റിക്ക് എടുത്ത് വെർഗോയ്ക്ക് നേരെ എടുത്ത് ചാടി പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. വെർഗോയും വിട്ടുകൊടുക്കില്ല. അവൻ അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് കൊണ്ട് സ്മോക്കറിന്റെ ഓരോ അറ്റാക്കും കറക്റ്റായിട്ട് തടയാണ്. നീ ഇങ്ങനെ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെല്ലാവരും എന്റെ സബോർഡിനേറ്റ്സ് ആണ്, എനിക്ക് അവരിൽ എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും ഉണ്ട്. അവരൊരു മണ്ടന്മാരായതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നേവിക്കോ ഈ ലോകത്തിനോ യാതൊരു യൂസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ തട്ടിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സ്മോക്കറുമായിട്ട് ഫൈറ്റ് ചെയ്യും. വെർഗോ ആണെങ്കിൽ സ്മോക്കറിന് ഇപ്പൊ പുറകിലേക്ക് തള്ളിത്തെറിപ്പിക്കും. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഒരു വെപ്പൻ ഉപയോഗിച്ച് സ്മോക്കറിന് നേരെ ഫുൾ പവറിൽ ഊതും. ജസ്റ്റ് മിസ്സിന് സ്മോക്കർ ആണെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറുകയാണ്. വെപ്പനിൽ നിന്ന് പുറപ്പെട്ട ബുള്ളറ്റ് അത് ചുമരിൽ തറച്ച് പൊട്ടിത്തെറിക്കുകയാണ്. സ്മോക്കർ ആണെങ്കിൽ കറങ്ങി വന്ന് ആ വെർഗോയെ പിടിച്ച് വലിച്ച് പുറഞ്ച് ഇട്ടിക്കുകയാണ്. വെർഗോയ്ക്ക് അടി കൊണ്ടിട്ടും അവന് യാതൊരു കൂസലുമില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് സ്മോക്കറിന്റെ അടുത്തേക്ക് വരും. സ്മോക്കറിനാണെങ്കിൽ കലി കൂടി വരും. കാരണം ആ സോൾജിയേഴ്സിനെ വെർഗോ ഇല്ലാതാക്കി. അവിടെ സീൻ കട്ട് ചെയ്ത് ബിൽഡിംഗ് ബി കാണിക്കും. അവിടെയാണ് G5 ബാക്കിയുള്ള സോൾജിയേഴ്സും സാഞ്ചിയ ഉള്ളത്. ടഷിക്കയാണെങ്കിൽ നിലവിളിച്ച് പറയും, എല്ലാവരും ഓടിക്കോ, അവിടെ മുഴുവൻ തീ കത്തിപ്പടരാണ്. ബിൽഡിംഗ് തകർന്ന തീർച്ചയായിട്ടും ആ പോയിസൺ ഗ്യാസ് അകത്തേക്ക് വരും. അത് കേട്ട് എല്ലാവരും അവളുടെ പിന്നാലെ ഉഷാറായിട്ട് ഓടും. സാഞ്ചിയാണെങ്കിൽ ടഷിക്കയെ കമന്റ് അടിച്ചും അവളെ വായി നോക്കിയും പിന്നാലെ ഓടും. അതുകൊണ്ട് ടഷിക്കി, നീ വെറും ഒരു പൈലറ്റാണ്, ഞങ്ങൾ നേവിക്കാരാണ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പാടില്ല. അതിന് ബാക്കിയുള്ള സോൾജിയേഴ്സ് സാഞ്ചിയെ സപ്പോർട്ട് ചെയ്യും. അവൻ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ടാണ് നമുക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അടുത്ത നിമിഷം ആ ഡ്രാഗന്റെ ഫയറിൽ കത്തിയെറിഞ്ഞ ഒരു ടാങ്കർ പൊട്ടിത്തെറിക്കുകയാണ്. ആ ടാങ്കർ പൊട്ടിത്തെറിച്ച് അതിലൂടെ ഇപ്പൊ ചെറുതായിട്ട് ആ പോയിസൺ ഗ്യാസ് ബി ബ്ലോക്കിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങും. സാഞ്ചി ആണെങ്കിൽ ടഷിക്കയോട് നീ മുൻപിൽ ഓടുന്ന എല്ലാവരെയും കൂട്ടി സ്പീഡിൽ പോകാനായിട്ട് പറയും. അതിനുശേഷം അവനാണെങ്കിൽ പുറകിലേക്ക് നിൽക്കുന്ന സോൾജിയേഴ്സിനെ മുൻപിലേക്ക് തള്ളിക്കൊണ്ടുവരാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സീസറിന് ഭയങ്കര സന്തോഷം. കാരണം ബി ബിൽഡിംഗിൽ പോയിസൺ ഗ്യാസ് കയറി കഴിഞ്ഞു. ഇനി ആ നേവി സോൾജിയേഴ്സും സാഞ്ചിയും ടഷിക്കയും ഒക്കെ അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കും. എത്രയും വേഗം സിയുടെയും ഡിയുടെയും ബ്ലോക്കിലെ ഗേറ്റുകൾ അത് ക്ലോസ് ചെയ്യാനായിട്ട് സീസർ പറയും. 6 ഗേറ്റ് അത് മാത്രം ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഇവരെ എല്ലാവരെയും അവിടേക്ക് കൊണ്ടുവന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യും. അവരുടെ ലക്ഷ്യം ആ ഗേറ്റ് വഴി പുറത്തേക്ക് പോകാനാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും അവിടേക്ക് എത്തും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ആ ഡ്രെയിനേജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഏതോ ഒരു ആനിമൽ അത് ലൂഫിയെ നോക്കി എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങും. ആ ശബ്ദം കേട്ട് ലൂഫി അവൻ പുറകിലേക്ക് നോക്കും. ഇരുട്ടിന്റെ മറവില് കറുത്ത എന്തോ ഒരു സാധനത്തിന്റെ രണ്ട് കണ്ണുകൾ മാത്രമായിരിക്കും നമ്മുടെ ചക്കം കാണുക. കട്ട് ചെയ്ത ഇവിടെ സീസർ അവനാണെങ്കിൽ ആ സീക്രട്ട് റൂമിൽ ഇരിക്കുകയാണ്. അവൻ ഇതുവരെ അവിടെ വന്നിരിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല.
പക്ഷെ ഇപ്പൊ അവനെ വിധി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അവന്റെ പിന്നാലെ തന്നെ അവന്റെ സോൾജേഴ്സ് മുഴുവൻ ആ റൂമിലേക്ക് വരും. അവരാണെങ്കിൽ സീസറിനോട് പറയും, സാർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും സാറിന്റെ കൂടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മുതലേ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിന് സീസർ അവൻ സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷനൊക്കെ ഇട്ട് വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ഇപ്പൊ അവരോട് പറയും, നിങ്ങൾ ആരും എനിക്ക് വേണ്ടി മരിക്കാൻ പാടില്ല. എനിക്ക് ജനിക്കാതെ പോയ എന്റെ അനുജന്മാരായിട്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുന്നത്. നിങ്ങൾ എന്റെ സ്വത്ത് കുട്ടികളല്ലേ. മാസ്റ്ററിന്റെ വാചകങ്ങളും സ്നേഹമൊക്കെ കാണുമ്പോൾ അവർക്കാണെങ്കിൽ സങ്കടം വരും. ആക്ച്വലി അവന്റെ പ്ലാൻ ഇവർ ഇമോഷണലി കുറെ കൂടെ കയ്യിലെടുത്ത് അതുപയോഗിച്ച് നമ്മുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരുടെ ജീവൻ പോകുന്നത് വരെ നമ്മുടെ ആൾക്കാരോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് അവന്റെ ശ്രമം. അവനിപ്പോ അവന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കും. ഡിയും സിയും കൂടിച്ചേരുന്ന ഭാഗമാണ് 6. സോ ഡി ബ്ലോക്കിന്റെയും സി ബ്ലോക്കിന്റെയും ഡോർ ക്ലോസ് ചെയ്ത് അവരെല്ലാവരെയും നമ്മൾ 6 ബ്ലോക്കിലേക്ക് എത്തിക്കണം. ട്രഫാൽഗർ ലോയും ലൂഫിയും G5 സോൾജേഴ്സും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഓരോ വഴിയിലാണ്. അവരെല്ലാവരെയും 6 ബ്ലോക്കിലേക്ക് ഗ്യാദർ ചെയ്യണം. അതിനുശേഷം അവിടെ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് ആ പോയിസൺ ഗ്യാസ് അവിടേക്ക് കടത്തിവിട്ട് അതെനിക്ക് ബ്രോഡ്കാസ്റ്റിലൂടെ ഈ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കണം. എനിക്കുണ്ടായ അപമാനം അതെനിക്ക് ഈ ലോകത്തിന് മുൻപിൽ തിരുത്തി കാണിച്ചു കൊടുക്കണം. എൻ്റെ പവറും എൻ്റെ ടെക്നോളജിയും ടെക്നിക്സും എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞ് സീസർ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് ആ സോൾജേഴ്സ് ഒന്ന് ഷോക്കാവും. ഉടനെ അതിൽ ഒരു സോൾജിയർ സീസറിനോടൊരു ഡൗട്ട് ചോദിക്കും. അപ്പോ ആ ഒരു പോയിസൺ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോയിസൺ ആണോ? സീസർ ആണെങ്കിൽ ചിരി നിർത്താതെ അതെ എന്ന് പറയും. അത് കേട്ട് അവർ വീണ്ടും ഷോക്കായി. അപ്പൊ 4 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ ഒരു പോയിസൺ ഗ്യാസ് പൊട്ടിത്തെറി അതും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണോ? ഡോക്ടർ വേഗോഫ് പങ്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതല്ലേ? അതും കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സീസർ അവനാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. ആക്ച്വലി അതുണ്ടാക്കിയത് വേഗോഫ് പങ്കാണ്. അവന്റെ കാല് പിടിച്ചു പറഞ്ഞു, ദയവ് ചെയ്ത് ഇത് ചെയ്യരുത്, ഈ ഐലാൻഡിലുള്ള ജനങ്ങൾ അവർ നശിച്ചു പോകുമെന്ന്. പക്ഷെ അവനാണെങ്കിൽ എന്റെ വാക്ക് കേൾക്കാതെ ആ എക്സ്പെരിമെന്റ് നടത്തി. അതിലൂടെ വലിയ നഷ്ടം ഉണ്ടാക്കി. വേൾഡിലുള്ള എല്ലാവരും ഗവൺമെന്റും അടക്കം അവനെ വലിയൊരു സയന്റിസ്റ്റ് ആയിട്ട് കണ്ടു. പക്ഷെ എന്നെ കൊണ്ട് ഒരിക്കലും അങ്ങനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരുപാട് പേരുടെ ജീവൻ അവൻ കാരണം പൊലിഞ്ഞു പോയി. കമോൺ നിങ്ങൾ പറ ഇതിനുത്തരം. അവനൊരു നല്ല സയന്റിസ്റ്റ് ആണോ? അതിനവരാണെങ്കിൽ ഒരു സെക്കൻഡ് തല താഴ്ത്തി കരയാനായിട്ട് തുടങ്ങും. നമ്മുടെ മാസ്റ്റർ അദ്ദേഹം എന്ത് നല്ല മനുഷ്യനാണ്. ഡോക്ടർ വേഗോഫ് പങ്ക് ചെയ്ത തെറ്റ് 4 വർഷം കൊണ്ട് അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവര് വീണ്ടും ഇപ്പൊ സീസറിനെ വിശ്വസിക്കും. സീസർ ആണെങ്കിൽ വീണ്ടും പറയും, എന്റെ ഒരേ ഒരു ലക്ഷ്യം അതിതാണ്. ഡോക്ടർ വേഗോഫ് പങ്ക് എന്ന ബാഡ് സയന്റിസ്റ്റിനെ അദ്ദേഹത്തെ തോൽപ്പിച്ച് നമ്പർ 1 സയന്റിസ്റ്റ് ആയിട്ട് എനിക്ക് മാറണം. തെറ്റായ കാര്യങ്ങളെല്ലാം എനിക്ക് ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ശത്രുക്കളെ എല്ലാം നമ്മുടെ ടെസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിനാ സോൾജിയേഴ്സ് മാസ്റ്റർ ഒരിക്കലുമില്ല, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് കാര്യമാണെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളങ്ങെ വെറുതെ സംശയിച്ചു എന്ന് പറഞ്ഞ് അവര് പൊട്ടിക്കരയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ 4 വർഷം മുൻപ് നടന്ന ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഈ സീസർ അവൻ വലിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. കൂടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ എല്ലാവരും അവനെ വാൺ ചെയ്യും, തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ സീസർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവന്റെ മാസ് ഡിസ്ട്രക്ഷൻ എക്സ്പെരിമെന്റ് അത് മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. ആ സയന്റിസ്റ്റുകളാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഇതിനെ കൂട്ടു നിൽക്കില്ല. ഇത് കംപ്ലീറ്റ് ആയ ഒരുപാട് സിവിലിയൻസ് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. അതിനവൻ പറയും ഇതൊരു മാസ് ഡിസ്ട്രക്ഷൻ ആണ്. ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ചിലപ്പോ ചിലർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അതൊരു വലിയ തെറ്റൊന്നും അല്ല. അക്കൈനോടെ ഫുൾ സപ്പോർട്ട് അതെനിക്കുണ്ട്. ഡോക്ടർ വേഗോഫ് പങ്ക് അദ്ദേഹത്തെ പോലും അസൂയപ്പെടുത്തുന്ന വിധത്തിൽ ഞാൻ ഈ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യും. ഉടനെ ആ സയന്റിസ്റ്റുകളാണെങ്കിൽ ഈ കാര്യം നേവിയെ അറിയിക്കും. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ നേവി സോൾജിയേഴ്സ് അവരാണെങ്കിൽ സീസറിനെ അറസ്റ്റ് ചെയ്യാണ്. സീസർ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? ഞാൻ എന്റെ എക്സ്പെരിമെന്റിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ എന്നെ തടഞ്ഞ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത നിമിഷം ഡോക്ടർ വേഗോഫ് പങ്ക് അവിടേക്ക് വരും. നീ എന്തായി ചെയ്യണേ? നീ ചെയ്ത പല എക്സ്പെരിമെന്റും വളരെ ബാഡ് ആയിട്ടുള്ളതാണ്. സോ നിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യാണ്. അത് കേട്ട സീസർ അവൻ ആ നേവിക്കാരെയൊക്കെ തട്ടി മാറ്റി അവരുണ്ടായിരുന്ന സ്വിച്ച് അത് ഓൺ ചെയ്ത് വിടും. അടുത്ത നിമിഷം ആ ഒരു പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡായി ആ ഐലാൻഡ് മുഴുവൻ നശിക്കുകയാണ്. 4 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഈ കാര്യം ആലോചിച്ച് സീസർ അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അവന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇപ്പൊ അവന്റെ അസിസ്റ്റന്റ് ബിക്കും സിക്കും ഇടയിലുള്ള ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം സിക്കും ഡിക്കും ഇടയിലുള്ള ഗേറ്റും അതും ക്ലോസ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ലൂഫിയെ കാണിക്കുകയാണ്. ലൂഫി കണ്ടത് അതൊരു ചെറിയ ഡ്രാഗനെയാണ്. ആ ഡ്രാഗൻ ആണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.